ഹലോ മക്കളെ, ശ്രുതി ടീച്ചറാണ്. 4ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പാഠപുസ്തകം മാറുകയാണ് അല്ലേ? അപ്പോൾ മാറുന്ന പാഠപുസ്തകം എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം എന്ന് ടീച്ചർ ചെറിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. സ്വാഭാവികമായിട്ടും ടെൻഷൻ ഉണ്ടാവും, കാരണം ഈ വർഷം നമുക്ക് LSS പരീക്ഷയുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പാഠപുസ്തകം അല്ല ഈ വർഷം പഠിക്കാനുള്ളത്. ഒരുപാട് മാറ്റങ്ങൾ വരികയാണ് അല്ലേ? മാറ്റങ്ങൾ വന്നാലും നമുക്ക് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്ത് തന്നെയായാലും നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളിൽ കവിത ഉണ്ടാവും, ഉറപ്പാണല്ലേ? കഥ തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ ജീവചരിത്രക്കുറിപ്പായിട്ടും ആത്മകഥയായിട്ടും യാത്രാ വിവരണമായിട്ടും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ടാവും. ചിലപ്പോൾ ഒരു നാടകത്തിൻ്റെ ഭാഗവും ഉൾപ്പെടുത്തിയെന്ന് വരാം അല്ലേ? നമ്മൾ പാഠഭാഗം കാണുന്നില്ല. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. കവിതയായാലും കഥയായാലും ഒക്കെ അതിന് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനും വായനാക്കുറിപ്പ് തയ്യാറാക്കാനും ഒക്കെ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആസ്വാദനക്കുറിപ്പ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ചും കൂടെ ഒരു ലെവൽ കൂടിയിട്ടാണ് നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത് അല്ലേ? പിന്നെ ഒരു ചിത്രം കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യത്തെക്കുറിച്ച് തന്നിട്ട് അതിനെക്കുറിച്ച് മനോഹരമായിട്ട് വർണ്ണിക്കാൻ വരും ഇല്ലേ? ഇതൊക്കെ എന്താണ്? കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതിന് നമ്മൾ അതിമനോഹരമായിട്ട് എന്തറിയേണ്ട കാര്യമുണ്ട്? ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ട കാര്യമുണ്ട് അല്ലേ? 3ാം ക്ലാസ്സിൽ പഠിച്ച പോലെ നമുക്ക് 4ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് എഴുതിയാലും മാർക്ക് കിട്ടില്ല, പ്രത്യേകിച്ചും LSS വരുന്നത് കൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമാണ്, ആകുലതകളാണ് അല്ലേ? പാരൻസിനും തീർച്ചയായിട്ടും പാരൻസും കൂടെ കേൾക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പാഠപുസ്തകങ്ങളൊക്കെ മാറിക്കോട്ടെ, നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ സൈലം പരിചയപ്പെടുത്തുന്ന പ്രാണ എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട് കേട്ടോ. ഒരു ഓൺലൈൻ ബാച്ചാണ്. അപ്പോൾ നിങ്ങളുടെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഒരു പക്ഷേ ഇതിലൂടെ കടന്നു പോയിട്ടുണ്ടാവും, അവർക്കറിയാം ഇതിൻ്റെ പ്രത്യേകതകൾ അല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. മാറിയ പാഠപുസ്തകമാണ്. നമുക്ക് മുൻപ് എടുത്ത ക്ലാസ്സിനെ പറ്റിയോ മുൻപ് എഴുതിയ പരീക്ഷയെ പറ്റിയോ നമുക്ക് ആ ചോദ്യ പേപ്പർ ഒന്നും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇത് ആഴത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് പ്രാണ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനോടൊപ്പം ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും ഒരു യൂണിറ്റ് ടെസ്റ്റ് നടത്തിയാലോ? അതിൻ്റെ ആൻസർ കീ ഒക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്താലോ? അപ്പോൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ, എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ അറിയല്ലേ? അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും ഗുണങ്ങളില്ലേ? ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഒരു വർഷത്തേക്ക് 2499 രൂപ മാത്രമാണ് ഇതിൻ്റെ ഒരു ഫീ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും ഈ ആപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ബാച്ചിൽ സൈലത്തിനൊപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ സംശയം, എല്ലാ വിഷയത്തിലും സംശയങ്ങൾ ഉണ്ടാവും. ഈ പഠിപ്പിക്കുന്ന ടീച്ചറുമായിട്ട് നിങ്ങൾക്ക് ആ സംശയം ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരവും അവിടെ ലഭിക്കുന്നുണ്ട്. ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെഷൻ ഉണ്ടാവും. അതുപോലെ പാഠങ്ങൾ എടുക്കുന്നതിന് മുൻപേ പേൾ വീഡിയോ ആയിട്ട് നമ്മുടെ ആപ്പിൽ ഓരോ പാഠവും കൃത്യമായിട്ട് ഉണ്ടാകുകയും ലൈവ് ക്ലാസ്സുകൾ വേറെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യുക? അതാ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു ലിങ്കിൽ കയറിയിട്ട് ഈ ആപ്പിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ മക്കളോട് എനിക്ക് ഇതാണ് പറയാനുള്ളൂ. പാഠപുസ്തകങ്ങളൊക്കെ മാറിക്കോട്ടെ, പരീക്ഷകൾ ഏതും വന്നോട്ടെ, നിങ്ങൾക്കൊപ്പം ഞങ്ങൾ സൈലമുണ്ട്. ഈ ഒരു പ്രാണ ബാച്ചിൽ നിങ്ങളെ ജോയിൻ ചെയ്യുക. നമ്മുടെ പഠനം വളരെ 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 എളുപ്പമാക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പ് തരാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത എല്ലാവരും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് എല്ലാവരും ഓരോ വിഷയം പഠിപ്പിക്കാനായിട്ട് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പ്രാണ ബാച്ചിൽ കാണാം കേട്ടോ.